3,45,000. 3,45. ഇൻഷുറൻസ് 38 ഡീസലും നമുക്ക് ഇതിന്റെ കൂടെ ഉണ്ടാവും. 15 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. LCD റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നമുക്ക് വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. 10-30 രൂപ ഉണ്ടെങ്കിൽ 5 രൂപ വരെ 5 രൂപ ഒരു നല്ല ട്രാക്കിന് 5 രൂപ ഉണ്ടെങ്കിൽ 4 എന്തായാലും 90 വണ്ടിയാണ്. അത് നമുക്ക് ഫുൾ ഓൺ ഉണ്ടാവും. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയുടെ ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അത് നമുക്ക് ഫുൾ ഓണിലും ഉണ്ടാവും. അതും സിംഗിൾ ഓൺഷിപ്പിൽ 7 സീറ്റർ ഡീസൽ ഫുൾ ഓൺ. വെറും 3 ലക്ഷം രൂപക്കാണ് 7 സീറ്റർ ഡീസലിൽ ഫുൾ ലോഡ് വണ്ടി. 30-40 രൂപ ഫുള്ള് ലോൺ ചെയ്യാം. 4,10 ചെയ്യുന്നത്. ഡീസലാണ്. 86,000 ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ അത് നമുക്ക് അത്രയും ഗ്യാരണ്ടി ക്വാളിറ്റി നമുക്ക് ഇവിടുത്തെ വണ്ടി തന്നെയാണ്. ചെറിയൊരു പ്രൈസിന് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, വീണ്ടും പെരുന്നാളിന്റെ ഗംഭീരമായ ഓഫർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ റംസാനാണ്. നല്ല ഓഫറിലൊക്കെ ഒത്തിരി നല്ല വാഹനങ്ങൾ നമുക്ക് റീഡ്രൈവിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് പാർട്ടിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള മൈലേജ് കിട്ടുന്ന നല്ല അടിപൊളി വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അത് ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കി അത്യാവശ്യം നമുക്ക് നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി നല്ല വാഹനങ്ങൾ. സോ ട്രാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം ഫുൾ ഓണിലുണ്ടാവും. ഏകദേശം 100ഓളം വാഹനങ്ങളുണ്ട്. നമ്മൾ റീഡ്രൈവിലെ രണ്ടാമത്തെ ഒരു പാർട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെയൊക്കെ ഉള്ളത് അസൻക തന്നെയാണ്. അസൻക, വീണ്ടും നമുക്ക് റംസാന്റെ സ്പെഷ്യൽ ഓഫർ മാക്സിമം പ്രൈസ് കൊടുക്കാം. പിന്നെ കൂടെ നമുക്ക് ഓഫർ ഉണ്ടല്ലോ, 30 ലിറ്റർ എണ്ണ. ഡീസലാണ് ഡീസൽ, പെട്രോള്. അപ്പോൾ നമ്മൾ മാക്സിമം ഫുൾ ഓണിലും ചെയ്യാലോ. വണ്ടികളൊക്കെ ഫുൾ ഓൺ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഡേയിൽ നമ്മൾ സ്വിഫ്റ്റുകള്, ഹാച്ച് ബാഗുകള് അങ്ങനത്തെ ഒരു കളക്ഷൻ ആയിരുന്നു. ഇന്ന് നമുക്ക് 7 സീറ്ററുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂ മോഡൽ വാഹനങ്ങൾ, SUV-കളാണ് കൂടുതൽ. ഫസ്റ്റ് തന്നെ നമുക്ക് വാഹനം ഓടിച്ചാൽ ആ ഓടിക്കുന്ന ഫീല് കിട്ടുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാല് അതൊരു ചെറിയ വാഹനം കൊണ്ടെടുക്കുന്ന പോലെ കൊണ്ടെടുക്കാൻ പറ്റുന്ന നല്ല പെർഫോമൻസും ബോഡി ക്വാളിറ്റിയും അത്രയും ജനപ്രിയ മോഡലാണ് എക്കോസ്പോർട്ട്. ഡീസലാണോ പെട്രോൾ? ഡീസലാണ്. ടൈറ്റാനിയം പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ്. അത് നമുക്ക് കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. അത് നമുക്ക് നല്ല അടിപൊളി കളറ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം. ഇതിന്റെ ഡ്രൈവിംഗ് പുതിയ മോഡൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുക. അത്രയും കൺട്രോൾഡ് ആയിട്ട് വെഹിക്കിൾ. എങ്ങനെയായിരുന്നു മോഡൽ? 2013 ടൈറ്റാനിയം പ്ലസ് ഡീസൽ 120 ഓടിന്റെ കറക്റ്റ് കമ്പനി സർവീസും ഉണ്ട്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് 3,70,000 രൂപ കൊടുക്കാം. ചെറിയൊരു വാഗണർ ഓൾട്ടോ എടുക്കുന്ന പ്രൈസിന് കൊണ്ടാണ് ഡീസലിൽ ഏറ്റവും ടോപ്പ് ലോഡ് ഒറിജിനൽ കേരള 11 വണ്ടിയില്ല 13 വണ്ടി KL 11 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ നമുക്കൊരു ഓഫർ പ്രൈസ്. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം 3,4 വരെ ചെയ്ത് കൊടുക്കാം. ഇൻഷുറൻസ് IDV 3.2 പുതിയ എടുത്താണ് നമ്മൾ ഇന്നലെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 15 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. അടുത്ത തവണ നമുക്കൊരു ഡുവൽ ജെറ്റ് VVTയിലെ 4th, അതായത് 4 സിലിണ്ടറിൽ സ്വിഫ്റ്റ് നോക്കി എടുക്കുന്നത്. നിലവിൽ ഇപ്പൊ കമ്പനി പോയാൽ നമുക്ക് 3 സിലിണ്ടർ കിട്ടുള്ളൂ. അപ്പോൾ 4 സിലിണ്ടറിൽ പെർഫോമൻസും മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷൻ ഡുവൽ ടൂൺ ആണ്. അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലെ. 2018 VXI സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 18 വണ്ടിയാണ്. പക്ഷെ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 4 പുത്തൻ ടയർ, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലവിൽ ഒന്നും ചെയ്യിക്കാനില്ല. അതും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല അടിപൊളി വണ്ടി. എക്സ്ട്രാ ഫിറ്റിംഗ്സ്, പോകലാകുമ്പോ LED ലൈൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? 80,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് 4,85 കൊടുക്കാം. 4,85 ഫുൾ ഓൺ 4 എന്തായാലും ചെയ്തു. 4,45 വരെ ചെയ്യാം. 10-30 രൂപ ഉണ്ടെങ്കിൽ 5 രൂപ വരെ. 5 രൂപ നല്ല ട്രാക്കിന് 5 രൂപ ഉണ്ടെങ്കിൽ 4 രൂപ എന്തായാലും കയറും. എന്തായാലും നമുക്ക് കിട്ടും. അപ്പൊ ഒരു 5 രൂപ ഉണ്ടെങ്കിൽ വെറും 5,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടാകും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ഇനി വീണ്ടും എക്കോസ്പോർട്ട് വീണ്ടും ഒരു പൊളി കളറാണ്. ഇത് ഒന്നുകൂടെ ഓപ്ഷൻസ് കൂടിയതാണ് അല്ലേ? ടൈറ്റാനിയം പ്ലസ് ആണ്. 2019 ആണ്. മോഡലിന്റെ കാര്യങ്ങളുണ്ട്. ഹെഡ്ലൈറ്റ്, ബമ്പർ, ലാംപ്സ്, ഡേറ്റ ട്രെൻഡിംഗ് ലാമ്പ് വന്നിട്ടുണ്ട്. അവിടെ ഇവിടുത്തെ രജിസ്ട്രേഷൻ തന്നെയാണ്. തിരുവങ്ങാട് രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2019 സെക്കൻഡ് ഓണർഷിപ്പ് 120 ഓടിന്റെ കറക്റ്റ് കമ്പനി സർവീസും. ഏറ്റവും ടോപ്പ് ഒന്നുമില്ല. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാം. നമുക്ക് അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട്. ന്യൂ ഫേസും ആണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? ഇത് 124 ഓടിന്റെ കറക്റ്റ് സർവീസ് ഉണ്ട്. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാം. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് 7-10 ഫുൾ ലോൺ ചെയ്തു. 2019 വണ്ടിയാണ്. അത് നമുക്ക് ഫുൾ ലോൺ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. ഇതാണ് നമുക്ക് ഇവിടെ നമുക്ക് ഒരു തൽക്കുന്ന തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു 7 സീറ്ററുകൾ 2 ഉണ്ട്. വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്. മഹീന്ദ്ര SUV 500. അത് നമുക്ക് KL 51 ഒറ്റപ്പാലം രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. W8 ആണത്.
W8 ആണ് 2014 സിംഗിൾ ഓണർഷിപ്പ്. അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടി. ടോപ്പ് ലോഡ് വണ്ടി ഡീസൽ 7 സീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, അതാണ് ഹൈലൈറ്റ് ഇല്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ 1.8 ഓടിയുണ്ട്. 1.8 ഓടിയുണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, 7 സീറ്റർ ആണ്, ഡീസൽ ആണ്, അന്നത്തെ ടോപ്പ് ലോഡ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 485 കൊടുക്കാം. ചെറിയ പൈസ, ഫുൾ ലോണും ചെയ്തു. ഫുൾ ലോണും ചെയ്യാം. വണ്ടിയുടെ ക്വാളിറ്റി വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അത് നമുക്ക് ഫുൾ ഓണിലും ഉണ്ടാവും. അതും സിംഗിൾ ഓണർഷിപ്പ് 7 സീറ്റർ ഡീസൽ ഫുൾ ഓൺ. അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഇതും ടോപ്പ് ലോഡ് തന്നെയാണ്. വയനാട് രജിസ്ട്രേഷൻ. 2012 മോഡൽ. 12 മോഡൽ W8 ഇതും നമുക്ക് 7 സീറ്റർ തന്നെയാണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന വണ്ടിയില്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.40 ഓടിയുണ്ട്. ഓക്കെ, എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് പക്ക ഫിറ്റ്, അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാം. ഇന്ത്യയിലൊക്കെ നമുക്ക് പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ മഹീന്ദ്ര വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നമുക്ക് സ്പേഷ്യസ് ആണ്, കംഫർട്ട് ആണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് 3.5 കൊടുക്കാം. 3.50 ഫുൾ കവർ ഇൻഷുറൻസ് അത് വെറും 3 ലക്ഷം രൂപക്കാണ് 7 സീറ്റർ ഡീസലിൽ ഫുൾ ലോഡ് വണ്ടി. അത് ഒറിജിനൽ കേരള ലോണ് നമുക്ക് ലോൺ ഏകദേശം 3-3.25 വരെ ചെയ്തു. ചെറിയൊരു പ്രൈസ് ഉണ്ടാവും. ഇനി അടുത്ത തവണ നമുക്കൊരു വീണ്ടും ഒരു 7 സീറ്റർ ആണ്, മഹീന്ദ്ര ബൊലേറോ. അത് നമുക്ക് KL40 രജിസ്ട്രേഷൻ വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ? 2010 DI ആണ്. DI ആണ്. വണ്ടി കണ്ട 18 മാറിക്കും. വരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. 31 വരെ പേപ്പർ ഉണ്ട്. ഇപ്പൊ ഞാൻ എടുത്ത പേപ്പർ 2031 പേപ്പർ. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങള് അടിപൊളി ലെതർ കാര്യങ്ങൾ എല്ലാം ചെയ്യിച്ചിട്ടുണ്ട്. അപ്പൊ നിലവിലിപ്പോ ആ ഒരു പുതിയ മോഡലിനോട് കടപിടിക്കുന്ന വണ്ടിയാണ് അല്ലെ. 31 പേപ്പർ എല്ലാം സെറ്റ് ആണ്. എല്ലാ പേപ്പറും ഫിറ്റ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 2.90 കൊടുക്കാം. ചെറിയൊരു പ്രൈസ്. 7 സീറ്റർ വണ്ടിയാണ്. 31 വരെ പേപ്പർ കാര്യങ്ങൾ എല്ലാം വരുന്ന മിഡിൽ ഓപ്ഷൻ വണ്ടി. അപ്പൊ അത്യാവശ്യം നമുക്ക് മൈലേജും കിട്ടും. നല്ല മെയിൻ്റെനൻസും കുറവാകും. മെയിൻ്റെനൻസും വരുമ്പോ നോക്കണ്ടേ വാട്ടർ ചാലും കാര്യമൊക്കെ. ഇത് നമുക്ക് മഹീന്ദ്രന്റെ ഒരു പ്രശ്നമാണ്. ഗ്യാരണ്ടി കൊടുക്കാം. അത് നമുക്ക് ടാറ്റ നെക്സോൺ ആണ്. ഇത് ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസലാണ്. 2018 സിംഗിൾ ഓണർ. നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്നുണ്ട്. കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. XM ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പ് 1.40 ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ്. 20 എന്തായാലും മൈലേജ് കിട്ടും. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം പെർഫോമൻസും എല്ലാം വരുന്ന വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാം? നമുക്ക് 5.10 കൊടുക്കാം. 5.10 കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്. ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള ഡീസൽ വണ്ടി 18 മോഡൽ. എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 30-40 രൂപ 30-40 രൂപ നമുക്ക് വണ്ടി ഇറങ്ങാം. അടുത്തൊരു റെനോ ഡസ്റ്റർ ആണ്. നമുക്ക് SUV ശരിക്കും ഇന്ത്യയിൽ കൊടുന്നവരാണ്. അത് നമുക്ക് വൈറ്റ് ഫിനിഷിംഗ് ആണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് 85 ആണോ? 85. സോ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. അതേപോലെ മെയിൻ്റെനൻസും കുറവാണ് അല്ലേ. ഇത് 2012 മോഡൽ, സോറി 13 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്. 1.19 ഓടിയുണ്ട്. സർവീസ് കൊണ്ട് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി പറയാൻ പറ്റും. എത്ര രൂപ കൊടുക്കാം? 3.10 കൊടുക്കാം. ചെറിയൊരു പ്രൈസ്. ഇതിന്റെ 16 ടെറാനോ 85 ഉണ്ട്. വരുന്നത്. രണ്ട് ബാഡ്ജിങ് ആണെന്നുള്ളൂ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? അത് നമുക്ക് 4.10 കൊടുക്കാം. 16 വണ്ടി, കേരള വണ്ടി, സിംഗിൾ ഓണർ 85 ആണ്. അത് ഫുൾ ലോൺ ചെയ്തു. ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വീണ്ടും നമുക്ക് എക്കോസ്പോർട്ടിന് പല കളറുകളുണ്ട്. 2017 മോഡൽ. 2017 മോഡലാണ്. ആംബിയന്റ് ബേസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ വരും. അത്യാവശ്യം ഉണ്ടാവും. അത്യാവശ്യം നമുക്കൊരു പ്രീമിയം സെഗ്മെന്റിൽ വന്നിരുന്ന ചെറിയ പൈസ കൊടുക്കും ചെയ്യാം. 2017 കമ്പയർ ചെയ്തിരുന്നില്ല. 17 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഡീസലാണ്. 18 രൂപ മൈലേജും കിട്ടും. കിലോമീറ്റർ 86,000 ഓടിയിട്ടുള്ളൂ. 19-1.20 ഓടിയുണ്ട്. 86 ഓടിയിട്ടുള്ളൂ. സർവീസും ഉണ്ട്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. 4.10 കൊടുക്കാം. 2017 വണ്ടി ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്യാം. 4.10 ചെയ്യുന്നത്. ഡീസലാണ്. 86,000 ഓടിയിട്ടുള്ളൂ. അതാണ് ഹൈലൈറ്റ്. ഒറിജിനൽ കേരള വണ്ടി സർവീസും ഉണ്ട്. അടുത്തൊരു നിസാന്റെ ക്യാപ്റ്റർ, റെനോ ക്യാപ്ചർ. അതായത് ഏകദേശം 18-20 മൈലേജ് കിട്ടും. നല്ല സ്പേഷ്യസ് ആണ്. നല്ല ലെങ്തി കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. അതും RX ഇതിന്റെ ഓപ്ഷൻ അല്ല. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? ഇത് 2017 മോഡല് ടോപ്പ് എൻഡ് വാട്ടർ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടിയാണ്. 76,000 കിലോമീറ്റർ ഓടിയിട്ട്. അത് അതിന്റെ ഹൈലൈറ്റ്. കറക്റ്റ് സർവീസും ഉണ്ട്. മൈലേജും കിട്ടും. നല്ല ലെങ്ത് വരുന്ന വണ്ടിയാണ്. നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് 4.60 കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. പ്രൈസ് കേട്ടാ നമ്മൾ നെട്ടിപ്പോകും. അത്രയും വണ്ടിയാണ്. നമുക്ക് ചെറിയൊരു പ്രൈസ്. അടുത്തൊരു KUV 100 മഹീന്ദ്ര. ചെറിയൊരു പൈസക്ക് നമുക്ക് ചെറിയൊരു SUV ആണെന്നുള്ളവർക്ക് മൈലേജ്. എങ്ങനെയായിരുന്നു? 2017 മോഡൽ. W6 ആണ്. ആൻഡ്രോയിഡ് സെറ്റും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് യാത്രക്ക് നല്ല കംഫർട്ട് ആയിരിക്കും, നല്ല ഹൈറ്റ് പെട്രോൾ ആണ്. സോ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. ഒരു 16 മൈലേജ് കിട്ടും, മൈലേജും കിട്ടും. സോ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സോ നമുക്ക് ചെറിയൊരു പ്രൈസിന് ഒരു ബഡ്ജറ്റ് 265 കൊടുക്കാം. 265 ഒരു ഓൾട്ടോന്റെ പ്രൈസിന് ഒരു SUV ഉണ്ട്. ഫുൾ ഓൺ ചെയ്യാം, ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണിന് 17 മോഡൽ. അതിൽ ഇൻഷുറൻസ് ഫുൾ കവർ അടച്ചും കൊടുക്കാം, 30 ടിക്കറ്റ് എണ്ണ അടിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്കൊരു ക്രോസ് മോഡലാണ്. എത്തിയോസിൽ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു? 2016 മോഡൽ, 16 കേരള വണ്ടി. അന്നൊരു പ്രീമിയം സെഗ്മെന്റ് ആയിട്ട് സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറങ്ങിയ വണ്ടിയായിരുന്നു. നമ്മൾ എത്തിയോസിന്റെ അതേ സെയിം സെഗ്മെന്റ് ആണ്. അതിന്റെ ക്രോസ് പ്രീമിയം വണ്ടിയാണ്. പ്രീമിയം വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ? ഇത് കിലോമീറ്റർ 1.12 ഓടിയിട്ടുണ്ട്. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. ഒറിജിനൽ കേരള വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 465 കൊടുക്കാം. 2016 മോഡൽ. 16 അന്ന് ലിവനിങ് കാർഡിന് റേറ്റ് ഉള്ള വണ്ടിയായിരുന്നു. പ്രൈസ് കൂടുതലുള്ള വണ്ടി. എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 30 രൂപ, 4.25 രൂപ എന്തായാലും ലോൺ ചെയ്യാൻ പറ്റൂല. ഇനി ഒന്നുകൂടെ നമുക്കൊരു വാഗ്നർ ആണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് VXi ആണ്. AC പേഴ്സണൽ പവർ വിൻഡോ, ബാക്കിൽ വൈപ്പർ കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടിയാണ്. 2017 VXi. 2017 VXi സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അപ്പൊ ഈ ഒരു ജനറേഷൻ അത്യാവശ്യം ഫാൻസ് കൂടുതലാണ് അല്ലേ? കാരണം നമുക്ക് കൂടുതൽ ഏറിയ ജനറേഷൻ ആണ്. വീട്ടിൽ പ്രായമുള്ളവർക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യാനും ബാക്കിലൊക്കെ നല്ല ട്രാവലിംഗ് കംഫർട്ട് ഉള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. ഇത് മാനുവൽ ആണോ ഓട്ടോമാറ്റിക്? അത്യാവശ്യം മൈലേജ് കിട്ടും. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 3,55,000 രൂപ കൊടുക്കും. 2017 മോഡൽ VXi. ഏകദേശം അടുപ്പിച്ച് ലോൺ ചെയ്ത് കൊടുക്കും. മാക്സിമം നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സെയിം സെഗ്മെന്റ് തന്നെ വരുന്ന ഒരു വണ്ടിയാണ് സെലേറിയോ. നമുക്ക് ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓട്ടോമാറ്റിക് പരിചയപ്പെട്ടിരുന്നു. ഇതൊന്നുകൂടെ ഫേസ് ലിഫ്റ്റ് ഒക്കെ 19 മാനുവലാണ്. ഒന്നുകൂടെ നമുക്ക് അടിപൊളി വണ്ടി അല്ലേ? സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, മേജറായ ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി പറയാം. ഇന്ത്യയിലൊക്കെ നോക്കിയാൽ കെയർ ചെയ്ത് കൊണ്ടുവരുന്ന വാഹനമാണ്. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയേഴ്സും അത്യാവശ്യം വരുന്നുണ്ട്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. 60,000 ഓടിയിട്ടുള്ളൂ. അത് ന്യൂ ഫേസ് ഒക്കെ വരുന്ന വണ്ടിയില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 3,55 കൊടുക്കാം. 2019 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. ഫുൾ ലോൺ ചെയ്ത് എക്സ്പ്രസോ അല്ല? എക്സ്പ്രസോ നമുക്ക് അത്യാവശ്യം പെർഫോമൻസ് ബേസ്ഡ് ആണ്. മൈലേജും കിട്ടും. നല്ല ബ്ലഡ് റെഡിൽ വരുന്ന ഒരു വണ്ടി. എങ്ങനെയായിരുന്നു? 2021 ഓട്ടോമാറ്റിക്. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റ് ഓട്ടോമാറ്റിക്കും ആയി. നല്ല മൈലേജും കിട്ടും. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് സർവീസ്, സിംഗിൾ ഓണർ. ചെറിയ കിലോമീറ്റർ. നല്ല ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അല്ലേ? എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 4,15 കൊടുക്കാം. 2020 വണ്ടി. 20 വണ്ടിയാണ്. ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അത് നമുക്ക് ഗ്യാരണ്ടി ക്വാളിറ്റി നമുക്ക് നമ്മളെ തിരുവനങ്ങാടി രജിസ്ട്രേഷൻ ഇവിടുത്തെ വണ്ടി തന്നെയാണ്. ചെറിയൊരു പ്രൈസിന് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു ഹോണ്ട ജാസ്. ഡീസലാണോ പെട്രോൾ ആണോ? ഹോണ്ട ജാസ് പെട്രോൾ അല്ല, ഡീസലാണ്. ഈ പറഞ്ഞ പോലെ 24 മൈലേജ് കിട്ടും. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല പെർഫോമൻസ്, സ്പേസ്, ഒരു സെഡാൻ സ്പേസ് ഒക്കെ കിട്ടൂല. നല്ല കൈയും കാലും നീട്ടിയിരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാം. മൈലേജും പെർഫോമൻസും ഉള്ള ഒരു വണ്ടി. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? കിലോമീറ്റർ 1,14 ഓടിയുണ്ട്. 1,14. റീപ്ലേസും ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 4,35 കൊടുക്കാം. 2016 കേരള വണ്ടിയാണ്. 2016 ഒറിജിനൽ കേരള ഓപ്ഷൻ ആണ്. 4,35,000. 4,35 ഏകദേശം ഒരു ഏകദേശം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അതിൽ ഇൻഷുറൻസും പുതിയ അടച്ചു കൊടുക്കാം. ഫുൾ കവർ. വീണ്ടും നമുക്കൊരു ഇന്റർകൂളറിൽ വരുന്ന ഒരു വൈറ്റ് ഫിനിഷിംഗ് ഇന്നോവയാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2014 G4. 2014 G4 ഒറിജിനൽ ടൈപ്പ് 4 അല്ലേ? ഒറിജിനൽ ടൈപ്പ് 4 ആണ്. 2014 സെക്കൻഡ് ഓണർഷിപ്പ്. അത് ഇന്റർകൂളർ ആണ്. നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. സൈഡ് സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 71 നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ? ഇത് കിലോമീറ്റർ 1,90 ഓടിയുണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഒക്കെ ക്വാളിറ്റി ഉണ്ട്. പിന്നെ ടയർ ആയതുകൊണ്ട് നമുക്ക് ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. ഫിറ്റ്. എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? ഇത് 7,40 കൊടുക്കാം. ഫുൾ കവർ ഇൻഷുറൻസ് കൊടുക്കാം. ഇന്റർകൂളർ എഞ്ചിനാണ്. അത് നമുക്ക് നല്ല പക്ക വൈറ്റിൽ വരുന്നൊരു വണ്ടി. ടാക്സിക്കൊക്കെ വേണ്ടവർക്കൊക്കെ അങ്ങനെ വേണ്ടവർക്ക് കംഫർട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 7,40 അതിൽ ഫുൾ കവർ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. ഏകദേശം നമുക്ക് 6,500 വരെ ഫൈനാൻസ് ചെയ്തു ചെയ്യാം. അത് വീണ്ടും വൈറ്റ് ഫിനിഷിംഗ് തന്നെയാണ്. ഇന്നോവ തന്നെയാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2008 മോഡൽ വി കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. 28 വരെ പേപ്പറുണ്ട്. ഇൻഷുറൻസ് പുതിയത് അടച്ചു കൊടുക്കാം. അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. 8 സീറ്റർ ആണ് വരുന്നത്. ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഇത് 3,45 കൊടുക്കാം. ചെറിയ പ്രൈസ്. 2008 വി ഒറിജിനൽ കേരള. അത് നമുക്ക് പേപ്പർ എല്ലാം 5 വർഷത്തെ 28 വരെ ഉണ്ടാവും. 28 വരെ ഇൻഷുറൻസ് പുതിയത് കൊടുക്കും.
നമുക്ക് ആഡ് ചെയ്തിടാം. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് തന്നെയാണ്. ഒറിജിനൽ കേരള അങ്ങനത്തെ ടോപ്പ് ലോഡ് ഇന്നോവ നമുക്ക് പ്രൈസ് ആണ് കേട്ടുള്ളൂ 3,45,000. 3,45,000. ഇൻഷുറൻസ് 38 ഡീസലും നമുക്ക് ഇതിന്റെ കൂടെ ഉണ്ടാവും. അത് വീണ്ടും നമുക്കൊരു 7 സീറ്റർ ആണ്, എർട്ടിഗ. മാരുതിന്റെ ഒരു കിടിലൻ വാഹനം. ഇന്ത്യയിലൊക്കെ നല്ല പൊളിയാണ്. ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ്. നമ്മളെ തലസ്ഥാനത്ത് നിന്ന് വന്നാണ് തിരുവനന്തപുരം 2013 VXI. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1 സംതിങ് ഓടിയുണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ഫാമിലിക്ക് വലിയൊരു വാഹനം ചെറിയൊരു ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇന്ത്യയിലൊക്കെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അസിൻക നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 3,40,000 കൊടുക്കാം. ഒരു 7 സീറ്റർ വണ്ടിയാണ്. 2013 വണ്ടിയാണ്. VXI ആണ്. നമുക്ക് പ്രൈസ് പറഞ്ഞാൽ 3,40,000 ചെറിയൊരു പ്രൈസിനാണ് മാക്സിമം ലോൺ ചെയ്യാം. ഏകദേശം ശ്രീരാമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു 3 രൂപ ചെയ്ത് കൊടുക്കാം. 3 രൂപ ചെയ്ത് കൊടുക്കാം. അടുത്തൊരു 7 സീറ്റർ വാഹനം വേണം, എന്നാൽ നമുക്കൊരു 16-17 മൈലേജ് വേണമെന്നുള്ളവർക്ക് നമുക്കൊരു ഷെവർലേനെ എൻജോയ് വരുന്നുണ്ട്. ശരിക്കും നമ്മൾ ടവേറിന്റെ സെയിം എഞ്ചിന് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. വാൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി യാത്രാ കംഫർട്ട് ഒക്കെ കൂടുതലുള്ള വണ്ടിയാണ്. എർട്ടിഗ ഒന്നുകൂടി നമ്മുടെ ടവേർ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്ത് വന്ന മോഡലാണ്. അത് നമുക്ക് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇങ്ങനെയായിരുന്നു മോഡൽ 2014 LT. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മൈലേജ് ആണ്. ഏറ്റവും വലിയൊരു വാഹനമാണ് ഈ 7 സീറ്റർ. നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു നല്ലൊരു വാഹനമാണ്. ഇന്ത്യയിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടാണ്. നല്ല ബാക്ക് റോ ഒക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ 1,39 ഓടിയിട്ടുണ്ട്. ഓക്കെ, റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. എഞ്ചിനൊക്കെ പക്ക. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 1,85 കൊടുക്കാം. 1,85 ചെറിയൊരു പ്രൈസിന് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. 2014 വണ്ടി. മൈലേജ് നോക്കുന്നവർക്ക് ഒരു 7 സീറ്റർ ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ. അടുത്ത ഒരു 2,800 വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2015 LXI സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. അത്യാവശ്യം ടയേഴ്സ് ഗ്രേ കളറാണ്. ഇന്ത്യയിലൊക്കെ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ക്വാളിറ്റി സീറ്റ് എല്ലാം വരുന്ന വണ്ടി അല്ലേ. നിലവിലെ വന്നൊരു കണ്ടീഷനാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 2,10 കൊടുക്കാം. 2015 സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ നമുക്ക് ഫുൾ ഓൺ ചെയ്തൂടെ? ഏകദേശം ഫുൾ ഓൺ അടുപ്പിച്ച്. ഏകദേശം ഫുൾ ഓൺ അല്ലെങ്കിൽ 10-20 രൂപ 15 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. വീണ്ടും തവണ കേൽപ്പതിനൊന്നിലാണ് 200 ഇതെങ്ങനെയായിരുന്നു? 2015 LXI സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, അതാണ് ഹൈലൈറ്റ് അല്ലേ. കാലത്തും നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് യൂസ് ചെയ്ത വണ്ടിയാണ്. LCD റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നമുക്ക് വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ നോക്കി നല്ല കിട്ടുന്ന ഇന്റീരിയർ ആണ്. അതേപോലെ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം, അതേപോലെ LCD സ്ക്രീന്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. വന്ന അതേ കണ്ടീഷൻ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസും ഒന്നുമില്ല. അപ്പോൾ നല്ലൊരു കാർ ചെറിയൊരു ബഡ്ജറ്റ് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അസലിക്ക് എത്ര രൂപ? കൂടുതൽ എൻക്വയറി വരുന്ന കളറാണ് ഗ്രേ കളർ. ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ കുട്ടപ്പനാവൂല. പോളിഷ് നമ്മൾ 2 ചെയ്യും. അപ്പൊ അത് വന്ന കണ്ടീഷനാണ്. എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് 2,15. ചെറിയ പ്രൈസ് ആണ്. ഒരു നല്ലൊരു അൾട്ടോ നോക്കുന്നവർക്ക് നല്ല ഓപ്ഷൻ. കാരണം സിംഗിൾ ഓണർ ആണ്. 60,000 ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്. അതും ബെസ്റ്റ് പ്രൈസ്. മാക്സിമം ഒരു 10 രൂപ. 10 രൂപ അല്ലെങ്കിൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല. ബലേന നമുക്ക് പോയതാണ് അല്ലേ? അഡ്വാൻസ് ആയതാണ്. വീണ്ടും നമുക്കൊരു കൊറോള ഓൾട്ടീസ് ആണ്. വീലൊക്കെ ഒന്ന് നോക്കിയാൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വീല് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തൊരു വണ്ടിയാണ്. ഒരു സെമി പ്രീമിയം ലെവലിൽ നമുക്ക് വരുന്ന ഒരു കിഡിലൻ വാഹനമാണ്. സോ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. പിന്നെ നമ്മൾ പക്ക സ്പോർട്ട് ആയിട്ട് ആഡ് ഓൺ ഒക്കെ ചെയ്ത വണ്ടി. എങ്ങനെയായിരുന്നു? 2014-15 റേസറാ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ജെ ഓപ്ഷൻ ആണ് വേരിയന്റ്. അലവിലൊക്കെ അഡീഷണൽ ചെയ്ത ഫാൻസി വീല്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അലവിലാണ് ചെയ്തിട്ടുള്ളത്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 5,40 കൊടുക്കാം. 5,40. ഡീസൽ വണ്ടി കേട്ടോ. ഡീസൽ വണ്ടിയാണ്. 20 മൈലേജും കിട്ടും. എത്ര പേര് ലോണൊക്കെ ചെയ്യാം? ഏകദേശം 5 രൂപ ഫൈനാൻസ് ചെയ്തു. ഫിനാൻസ് ഈ ലൊക്കാലിറ്റി 4 രൂപ ചെയ്ത് കൊടുക്കും. 4 രൂപ അതും ചെയ്യാൻ. പിന്നെ ഒരു വണ്ടി ടീമപ്പോൾ 4 ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അത്യാവശ്യം നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ഒരു വെഹിക്കിളാണ്. കോസ്റ്റ്ലി ആയിട്ടുള്ള അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഡീസലാണ്. ജെ ഓപ്ഷൻ ആണ്. നമുക്ക് മോഡലും ഉണ്ട്, മൈലേജ് കിട്ടും, മെയിൻ്റെനൻസ് ടെൻഷനും വേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റീഡ്രൈവിലായിരുന്നു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാർട്ട് ഇവിടെ താൽക്കാലികം അവസാനിക്കുകയാണ്. അപ്പോൾ ഈ പെരുന്നാളിന് വാഹനം എടുക്കാൻ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തോളി. നല്ല കളക്ഷൻസ് ഉണ്ട്. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓണിലൊക്കെ നമ്മൾ ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. കാരണം നമുക്ക് ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ, നല്ല മൈലേജ് കിട്ടുന്ന വാഹനങ്ങൾ, ഓട്ടോമാറ്റിക് വാഹനങ്ങൾ, എക്കോ സ്പോർട്ട്, 7 സീറ്ററുകൾ, ഇന്നോവ എല്ലാം നമുക്ക് നല്ല ബെസ്റ്റ്. സ്വിഫ്റ്റിൻ്റെ ജാഗര, അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ
സ്വിഫ്റ്റ് കാരണം 1-2 മോഡലല്ല, അതെ അതെ പല ഓപ്ഷന് പല റേഞ്ചിലുണ്ട്. നിങ്ങൾ എന്തായാലും വന്നിട്ട് എടുത്തിട്ട് പോകും. അത്രയും വാഹനങ്ങൾ നമുക്ക് ഇവിടെ പല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ റീഡ്രൈവ് ലൊക്കേഷൻ കൂടി പറഞ്ഞാൽ ലൊക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലാൻഡ്മാർക്ക് കാക്കഞ്ചേരി, പ്രോപ്പർ കാക്കഞ്ചേരിയാണ്. അപ്പോൾ കാക്കഞ്ചേരി നമ്മളെ കിൻഫ്രന്റെ നേരെ ഓപ്പോസിറ്റ് റോഡിന് 200 മീറ്റർ പോകുന്നാൽ നമ്മൾ റീഡ്രൈവ് കാണാം. ഈ നമ്പർ കൊടുത്തിട്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് അസനിക്ക സൈനിങ് ഓഫ്.